കണ്ടു പഠിക്കടാ. കൊല്ലത്ത് NDAയുടെ സ്ഥാനാർത്ഥിയായി അഖിൽ മാരാർ മത്സരിച്ചേക്കും എന്ന വാർത്ത പുറത്തുവിട്ടു. നല്ല തികഞ്ഞൊരു അവസരവാദി എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്താ പറയാ, ഈ മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ പറയാറില്ല. അതിനൊക്കെ പറ്റിയൊരാൾ ഉദാഹരണം, എങ്ങനെയാണ് നിറം മാറുക, എങ്ങനെയാണ് ഒരു മനുഷ്യന് വാക്കിന് വിലയില്ലാതെ ആകുക എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായിട്ട് ഇന്ന് കേരളം എന്നല്ല ലോകമെമ്പാടും ചൂണ്ടിക്കാണിക്കാൻ പറ്റിയ ഒരാളാണ് അഖിൽ മാരാർ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ബിഗ് ബോസ് താരവും വിന്നറുമായ അല്ലെങ്കിൽ ലോകോത്തര വിവരങ്ങളുള്ള അല്ലെങ്കിൽ വിവരത്തിന്റെ കൊടുമുടി ഏന്തിയ ഈ ഒരു മനുഷ്യൻ. രാമക്ഷേത്രത്തിന്റെ പരിപാടിയിൽ എനിക്ക് അവിടെ നക്ഷത്രം കൊണ്ട് തന്ന സമയത്ത് എന്നെ അവിടേക്ക് ക്ഷണിച്ച സമയത്ത് ഞാൻ പോയില്ല. പോകാഞ്ഞതിന്റെ കാരണം ഞാനൊരു ഹൈന്ദവവാദിയാണ്, ഞാനൊരു ഭാരതീയനാണ്, ഞാൻ എന്റെ സംസ്കാരത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവനാണ്. പക്ഷേ ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ മുറിവായ ഒരു പ്രദേശത്ത് എന്നെ സ്നേഹിച്ച, എനിക്ക് വോട്ട് നൽകി ജയിപ്പിച്ച വലിയൊരു മുസ്ലിം സമൂഹം കൂടി ഉണ്ടെന്നും അവർക്കൊരു വേദന ഉണ്ടാവരുതെന്നും ഞാൻ അവിടെ പോയി നിന്നിട്ട് താണ്ടാ നിന്റെയൊക്കെ ബാബറി മസ്ജിദ് പൊളിച്ചെടുത്ത് പണിഞ്ഞേക്കുന്ന രാമക്ഷേത്രത്തിൽ ദാനിക്കുന്ന അഖിൽമാരാർ എന്ന് കാണിച്ചാൽ അത് ഒരുപാട് പേർക്ക് വേദന ഉണ്ടാവും. എന്നെ സ്നേഹിച്ചവർക്ക് വേദനയായി മാറും. അതുകൊണ്ടാണ് പോകാഞ്ഞത്. ആദ്യം ബിഗ് ബോസിൽ പോണതിന് മുമ്പ് പറഞ്ഞത്, ഞാൻ ബിഗ് ബോസിൽ പോണതിനും ഭേദം ലുലുമാളിൽ പോയി തുണി ഇരുന്ന് ആടിയാൽ മതി, അഴിച്ച് ആടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞ ആള് പിന്നീട് ബിഗ് ബോസിൽ പോയി അതിന്റെ വിന്നറായി ഇറങ്ങി വന്നു. അതിനുശേഷം ഇവിടെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ RSSകാരും BJPക്കാരും മോച്ചാലും പൂച്ചാലും കുറ്റം പറഞ്ഞുകൊണ്ട ഒരു വ്യക്തി ഇപ്പോ BJPയിലേക്കും പോയി. അപ്പൊ നിലപാടിന്റെ ഉസ്താദ്, അവസരവാദി, ലേശം ഉളുപ്പുണ്ടെങ്കിൽ, ലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ സ്വന്തം വാക്കിനെങ്കിലും വില കൊടുക്കാൻ പാടില്ല. സ്വന്തം വാക്കിന്, മറ്റുള്ളവരുടെ വാക്കിന് വില കൊടുക്കണ്ട, സ്വന്തം വാക്കിനെങ്കിലും വില കൊടുക്കാൻ പാടില്ല. സത്യം, അത് ഇത്രയും ഉളുപ്പ് കെട്ട ഒരു മനുഷ്യനെ കേരളത്തിൽ അങ്ങനെ ഇത്രയും ഉളുപ്പില്ലാത്തൊരു മനുഷ്യൻ. ഞാനൊരു RSSലേക്ക് പോകുന്നു അല്ലെങ്കിൽ BJPയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാം. എന്നാൽ അതിനു മുമ്പ് അവരെയൊക്കെ കുറ്റപ്പെടുത്തി, ചീത്ത പറഞ്ഞ്, തെറി പറഞ്ഞ്, മറ്റുള്ളവരുടെ മനസ്സിൽ ഇടം നേടാൻ വേണ്ടി എന്തും ഡാഡി ഡിസോർഡർ കാണിച്ചിട്ടും പോകുമ്പോൾ അത് വളരെ മോശം. നിങ്ങൾക്ക് ഒരു വിലയുണ്ടായിരുന്നു, കുറച്ചെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു വിലയും നിലയൊക്കെ. പേരും